Hi, good evening all. എല്ലാവർക്കും ഒഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. വിശാൽ, രാജേഷ്, അജിൻ. ഓക്കെ, ഹായ്. സോ കഴിഞ്ഞ ഓക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ ഒരു 3-5 ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാർക്കറ്റിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടൊരു ഫോള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഗോൾഡ് അത്യാവശ്യം നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു മാർക്കറ്റ് നിന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു ഈക്വൽ ഹൈസ് ഇവിടെ മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈക്വൽ ഹൈസ് എക്സാക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സോ ഇതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊരു ഫോള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണല്ലേ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ താഴെ ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ 20-ാം തീയതി ആയിരുന്നു മാർക്കറ്റ് ആ ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് ഫോള് തന്നു. ഇന്നിപ്പോൾ മാർക്കറ്റ് 28-ാം തീയതി ആയപ്പോഴത്തേക്കും കഴിഞ്ഞ 8 ദിവസം കൊണ്ട് അപ്രോക്സിമേറ്റ്ലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1.5 ആഴ്ച എന്ന് പറയാം. ട്രേഡിംഗ് ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ആഴ്ച കൊണ്ട് മാർക്കറ്റ് വീണത് അപ്രോക്സിമേറ്റ്ലി $500 അല്ലേ. അവിടെ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫോള് മാർക്കറ്റ് തന്നിട്ടുണ്ട്. $495, അതായത് $500 നമുക്ക് കൂട്ടാം. $500 ഒരു ഫോളാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. ഇത് മാർക്കറ്റ് പ്രീവിയസ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു റേഞ്ച്, അതായത് മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത്. കാരണം ഇത് പ്രീവിയസ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ. മാർക്കറ്റ് പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലോ ആയിരുന്നു. ഈ ലോയിലെ മാർക്കറ്റ് ലിക്വിഡിറ്റീസും കാര്യങ്ങളൊക്കെ ഹണ്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഈ ഒരു റേഞ്ചിനകത്തേക്കാണ്. ഇപ്പോഴാണ് ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി വന്ന് ടാപ്പ് ചെയ്തിട്ട് ചെറിയൊരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി ഒരു 30 റേഞ്ച് വരേക്കും മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, താഴേക്ക് വീണ്ടും ഒരു ചെറിയ ഡിപ്പും കൂടെ തന്ന് ഇപ്പോൾ 990 വന്ന് നിൽക്കുകയാണ് മാർക്കറ്റ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, ഇനി ഈ റേഞ്ചിനെ മാർക്കറ്റ് പ്രോപ്പർലി ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അത്യാവശ്യം നല്ലൊരു ഫോള് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നെക്സ്റ്റ് ഇനി ഒരു മാർക്കറ്റിൻ്റെ ലെവൽ കിടക്കുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചാണ്, 650 ആ റേഞ്ചിലേക്കാണ്. സോ ഈ റേഞ്ച് വരേക്കും മാർക്കറ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റീസ് മാർക്കറ്റിനുണ്ട്. അതിന് വേറൊരു റീസൺ കൂടെ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് നമുക്ക് ഓവറോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു റേഞ്ച് നമുക്ക് വീക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓവറോൾ മാർക്കറ്റ് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ലോയിൽ നിന്ന് ഹൈയിലേക്കുള്ള റേഞ്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ഇക്വിലിബ്രിയം ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ 700-650 ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചാണ്. സോ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇന്നത്തെ ക്ലോസിങ്ങിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട്. ഇപ്പോഴത്തെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതിനെ താഴേക്ക് ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഓർഡേഴ്സിനെ ഓൾമോസ്റ്റ് മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ചെറിയൊരു പുൾ ബാക്ക് തന്ന് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. സോ ഈ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസ് മാർക്കറ്റ് വീണ്ടും കുറച്ചുകൂടി താഴേക്ക് ഒരു ഡിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ 700-650 റേഞ്ചിലേക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് നമ്മളിവിടെ വീക്ക് നോക്കിയത്. വീക്കിൻ്റെ ടൈം ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ അതവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ലോയിൽ നിന്ന് ഹൈയിലേക്കുള്ള ഈ ഒരു എൻറ്റയർ മൊമെൻറ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം ലെവൽ, ആ ലെവലിനകത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു റേഞ്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏകദേശം ഒരു 700 ആവറേജ് റേഞ്ച്, ഒരു 700 റേഞ്ച്, 650-700 ഇൻ ബിറ്റ്വീൻ ആ റേഞ്ചിനകത്തേക്ക് മാർക്കറ്റ് നല്ലൊരു കറക്ഷൻ കൊണ്ട് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അതിനകത്ത്. പക്ഷേ ഈ ലെവലിൻ്റെ മാർക്കറ്റ് ഇന്നത്തെ ക്ലോസിങ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇനി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിലേക്ക് നമുക്കൊന്ന് നോക്കാം.
ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് മാർക്കിൻ്റെ ഇവിടെ നമുക്ക് ചെറിയൊരു എൻട്രി ഉണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ നമുക്ക് ചെറിയൊരു എൻട്രി രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവൽ ഇങ്ങനെ ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രീവിയസിൽ ഉണ്ടായിരുന്ന സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തു, താഴേക്ക് വന്നു. സോ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇപ്പോൾ വീണ്ടും ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇതിന് നല്ലൊരു കറക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്ഷൻ ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴേക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൈ ടു ലോ നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 3969-70 ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് നമുക്ക് താഴേക്കൊരു ഡിപ്പ് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അപ്പോഴും അവിടെ നോക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഡബിൾ കൺഫർമേഷനിലേക്ക് പോകണം. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഈ റിവേഴ്സിൽ തരുന്നത് ഒരു ഡേ ടൈം ഫ്രെയിമിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഡേ ടൈം ഫ്രെയിമിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സിൽ തരുന്നത്. പിന്നെ അവിടെ നിന്നൊരു സെല്ല് കിട്ടുമോ എന്നുള്ള കേസ് നമ്മൾ ഡബിൾ കൺഫർമേഷൻ എടുത്തിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. ഫൈൻ. സോ എനിവേ നമുക്ക് എന്തായാലും ആ ലെവലിലേക്ക് റീടെസ്റ്റ് വരുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ മാർക്കറ്റിൻ്റെ പ്രീവിയസിൽ ഉണ്ടായിരുന്ന ഒരു സോണിനകത്തേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് പ്രഷറും ഇതിനകത്ത് കാണുന്നുണ്ട്. ദെൻ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചേഞ്ചിങ് നടന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. ഇത് മാർക്കറ്റിന് അത്യാവശ്യം നല്ല സ്ട്രോങ് ഏരിയ ആയിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് എക്സാക്ട്ലി ട്രെൻഡ് റിവേഴ്സിൽ തന്നിട്ടുണ്ട്. ഇത് മാർക്കറ്റിന് റിവേഴ്സ് കിട്ടാവുന്ന, ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ഇപ്പോൾ 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം റിവേഴ്സിൽ കിട്ടാവുന്ന ബെറ്റർ ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അതായത് ഇങ്ങനെ ഈ ഒരു റേഞ്ച്, ആ റേഞ്ചിൻ്റെ ഇക്വിലിബ്രിയം സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് കുറച്ചുകൂടി നമ്മൾ ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ചേഞ്ച് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് പോകുമ്പോൾ എനിക്ക് ഈ ലെവലിൽ നിന്ന് താഴേക്ക് എനിക്കൊരു എൻട്രി വേണമെങ്കിൽ നോക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചെറിയ ലൈവ് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നൊരു കേസാണ്, മാർക്കറ്റ് ഒരു കറക്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് നമുക്കൊരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ USD JPY നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ച് ഈ ഒരു റേഞ്ച് അത് മാർക്കറ്റ് അത്യാവശ്യം ഒരു ഡിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 12 മണി സമയത്തേക്കാണ് നമ്മൾ നോക്കിയത്. ആവറേജ് ഏകദേശം ഈ ഒരു ടൈം നോക്കി വന്നപ്പോൾ മാർക്കറ്റ് ഒരു കറക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു എൻട്രി നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അപ്രോക്സിമേറ്റ്ലി ഐ തിങ്ക് ഈ ഒരു റേഞ്ചിൽ നിന്നായിരുന്നു 52-52.04 യെസ്, ഈ റേഞ്ചായിരുന്നു. അന്ന് താഴേക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തായിരുന്നത്. സോ ചെറിയൊരു ഷോർട്ട് ടൈം എൻട്രി ആയിരുന്നു അത് ഈ ഒരു റേഞ്ചിൽ. ഇവിടെ നിന്ന് താഴേക്കൊരു സെല്ല് എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ USD CAD നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ച് ഷോർട്ട് ടൈം ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഒരു ഷോർട്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ചെറിയ രീതിയിൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ലോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാമായിരുന്നു. ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള എൻട്രിയാണ്, 5 minute എൻട്രിയാണ് നമ്മൾ നോക്കിയത്. രാവിലെ നമ്മൾ ചെറിയൊരു ലൈവ് പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ 2 എൻട്രീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. USD CADൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ USD JPY നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇനി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് യൂറോയിൽ നിന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഫോള് മാർക്കറ്റ് തന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി നിൽക്കുന്നത്. പിന്നെ മാർക്കറ്റിന് റീടെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈൻ, ഇവിടുന്ന് മാർക്കറ്റ് ഒരു 15 ഇവിടെ നിന്നാണ് മാർക്കറ്റിന് ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ടുള്ളത്. ഒരു 1 hour നമ്മൾ നോക്കിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ട്രക്ചർ ചേഞ്ച് മാർക്കറ്റിന് കിട്ടിയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും റീട്രേസ്മെൻറ്റ് തന്നു. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇക്വിലിബ്രിയത്തിലാണ് മാർക്കറ്റ് കറൻ്റ്ലി ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇൻറ്റേർണൽ ചേഞ്ചോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മുകളിലേക്ക് നോക്കാനായിട്ട്. സോ ഡബിൾ കൺഫർമേഷൻ നമ്മളവിടെ നോക്കണം. അതേപോലെ തന്നെ ഒരു ചേഞ്ചും കൂടെ നമുക്കവിടെ നോക്കണം. മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിലൊരു ചെറിയ ചേഞ്ചും കൂടെ വന്നാൽ മാത്രമാണ്. ഇൻറ്റേർണലി മാർക്കറ്റ് ചെറിയൊരു ചേഞ്ച് തന്നു ഓൾറെഡി. അപ്പോൾ ഇനി തിരിച്ച് വീണ്ടും ഒരു ചേഞ്ച് തന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഒരു എൻട്രി എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ്, ആ ഒരു എൻട്രി കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഗോൾഡ് വീണ്ടും ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ വീണ്ടും റിജക്ഷൻ എടുക്കുന്നുണ്ട്. അതേ റേഞ്ചിൽ നിന്ന് തന്നെ വീണ്ടും മാർക്കറ്റ് റിജക്ഷൻ എടുത്തു. ഷോർട്ട് ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ചെറിയൊരു സ്ട്രക്ചർ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ ഒരു ബൈ എൻട്രി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മൊമെൻ്റാണ് നമുക്കപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് അതിന് ശേഷം വീണ്ടും താഴേക്ക് വന്നു. വീണ്ടും തിരിച്ച് കയറി ആ റേഞ്ചിനകത്തേക്ക് ഇപ്പോൾ കയറി നിൽക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇനി എനിക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിലേക്ക് എനിക്ക് നോക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി നോക്കിയാൽ ഒരു 50, അപ്രോക്സിമേറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50 റേഞ്ച്. അതിൻ്റെ റീസൺ കൂടെ നമുക്ക് പറയാം. അങ്ങനെ അതായത് ഇതിൻ്റെ ഇക്വിലിബ്രിയം സോൺ, ആ സോണിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഓർഡർ കംപ്ലീഷൻ എല്ലാം കഴിഞ്ഞു. ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട് പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലെവൽ കൺസിഡർ ചെയ്യാമായിരുന്നു. ഒരു 48-50 ആ റേഞ്ച് വരേക്കും നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ ഒരു എൻട്രി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കാം. ഒരു കറക്ഷൻ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ലെവലിനോടെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണം. അത് അത്യാവശ്യം നല്ല ഇമ്പൾസീവായിട്ടുള്ളൊരു മൊമെൻറ്റം ഇവിടുന്ന് തരുന്നുണ്ട് മാർക്കറ്റ്. നോക്കിക്കഴിഞ്ഞാൽ 5 ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഓർഡേഴ്സിനെയും എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസ് മാർക്കറ്റ് മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് മാർക്കറ്റ് അടുത്തൊരു കറക്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ സെയിം റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ബൈ നമുക്ക് നോക്കാൻ പറ്റും. കാരണം ഓൾറെഡി മാർക്കറ്റ് ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ അതൊരു 15 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഇൻറ്റേർണൽ ചേഞ്ച് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇൻറ്റേർണൽ ചേഞ്ച് തന്നു. അതിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെ ആയിരുന്നു ഹൈ ഉണ്ടായിരുന്നത്. എക്സാക്ട്ലി അതിൻ്റെ ഇക്വിലിബ്രിയം മാർക്കറ്റ് എടുത്തു. ഇക്വിലിബ്രിയം എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒരു റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ലെവൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മാർക്കറ്റ് ബെറ്റർ ആയിട്ടുള്ളൊരു റേഞ്ചിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഇക്വിലിബ്രിയത്തിലാണ് ഇപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തെങ്കിലും ലെവലിനകത്തേക്ക് എനിക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഒരു 50 റേഞ്ച് അപ്രോക്സ്. ഇതെങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി. ഇൻ കേസ് മാർക്കറ്റ് തിരിച്ചൊന്ന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിലും
ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തൊരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. സെയിം റേഞ്ചിൽ നിന്ന് തന്നെ നമുക്കൊരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മേലേക്ക് മാർക്കറ്റ് ഒന്ന് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഇതേ റേഞ്ചിൽ നിന്ന് നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നോക്കാം. സെയിം ലെവൽ തന്നെയാണ്. മാർക്കറ്റ് ഒരു റേഞ്ചിൽ നിന്നുള്ളൊരു ഫുൾ ബാക്കിംഗ് ആണ് തരുന്നത്. മാർക്കറ്റിൻ്റെ പ്രീവിയസ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു അത്. ആ റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലേക്ക് പുഷ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഏരിയാസിലെ, പക്ഷേ ഒരു താഴെ ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ട്. അത് നമുക്കൊരു കുറച്ച് ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണത്. ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ട്. മാർക്കറ്റ് ഈ ലിക്വിഡിറ്റീനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്കൊരു പുഷ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. അത് മോസ്റ്റ് ഓഫ് ദി കേസ് എനിക്ക് ഈ റേഞ്ച് വരേക്കും 152.75 റേഞ്ച് വരേക്കും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്നൊരു സ്ട്രക്ചർ ചേഞ്ച് മാർക്കറ്റിന് വരണം. സ്ട്രക്ചർ ചേഞ്ച് വന്നു. യെസ്, ഇതിൻ്റെ മേലേക്ക് മാർക്കറ്റ് കയറണം, എന്നിട്ട് റിവേഴ്സ് വരണം. പക്ഷേ മാർക്കറ്റിന് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും കൂടുതലാണ് ഈ ഒരു ഏരിയ. ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് ഒരു ചെറിയ ബൈ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. GBP ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചെറിയൊരു റിസ്ക് ഫാക്ടർ വരെ ഉണ്ട്. യെസ്, ഈ ഒരു റേഞ്ചിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. പ്രീവിയസിൽ നോക്കാം. യെസ്, ഇവിടെ ഒരു ലിക്വിഡിറ്റി പെൻഡിങ് കിടക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി കേസ് അത് എടുക്കാൻ മാർക്കറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലെവൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നോക്കാം. ഒരു സെല്ലിങ് നമുക്ക് ഒരു കൺഫർമേഷൻ വന്ന് നമുക്ക് ഇവിടെ നിന്നൊരു സെല്ലിങ് നമുക്ക് നോക്കാം. റേഞ്ച് മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റീനെ കളക്ട് ചെയ്തിട്ട് താഴേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി. ഇവിടെ നമ്മൾ നോക്കിയാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്ട്രക്ചറാണ് ചേഞ്ച് വരുന്നുണ്ട്. ദെൻ പ്രീവിയസ്ലി പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ്. സോ ഇവിടെ നമുക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ നമുക്കൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ചേഞ്ച് വന്നു. പക്ഷെ മാർക്കറ്റിൽ ഒരു കറക്ഷൻ കൂടെ, പ്രോപ്പർലി ഒരു കറക്ഷൻ കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് ഈ സോണിലേക്ക് തന്നെ വരണം. അതല്ലാത്ത കേസിൽ മാർക്കറ്റ്, കാരണം ഇവിടെ ഈ ക്യാൻഡിൽ ശരിക്കും പറഞ്ഞാൽ വോയിഡാണ്. അപ്പോൾ ഒരു കറക്ഷൻ കൂടെ മാർക്കറ്റ് തന്നാലാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ടൊരു എൻട്രിക്കുള്ള പോസിബിലിറ്റി നമുക്കുള്ളൂ. ഈ റേഞ്ച് ഒരു എൻട്രി. കാരണം ഇതിൻ്റെ താഴേക്ക് കിടക്കുന്ന ലിക്വിഡിറ്റീസ് ഇപ്പോഴും എടുക്കാതെ പോയിട്ടുള്ള കുറേ ലിക്വിഡിറ്റീസ് ഉണ്ട്. അങ്ങനെ മാർക്കറ്റ് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിനകത്ത്. സോ അതിനെടുക്കാൻ വേണ്ടി മാർക്കറ്റ് വന്നാൽ എല്ലാ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുമ്പോഴും അപ്രോക്സിമേറ്റ്ലി ഈ ഒരു റേഞ്ചിലേക്കെങ്കിലും മാർക്കറ്റ് എത്തും. പക്ഷെ ഇവിടെ നിന്നൊരു ചെറിയൊരു ഷോർട്ട് ടൈമിൻ്റെ കൺഫർമേഷനോടെ നമുക്ക് നോക്കണം കേട്ടോ. ഷോർട്ട് ടൈം കൺഫർമേഷനോടെ നോക്കിയിട്ട് വേണം നമ്മൾ എൻട്രിയിലേക്ക് കയറാനായിട്ട്. നെക്സ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്
ഇതായിരിക്കും, ഈ ഒരു റേഞ്ച് ആയിരിക്കും അടുത്തൊരു ലെവലായിട്ട് വന്നത്. ഈ ഒരു ലെവലും കൂടെ നമ്മളൊന്ന് നോക്കണം. മാർക്കറ്റ് ഒരു റിവേഴ്സൽ തരികയാണെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് വരേക്കും കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. കാരണം അതിൻ്റെ എക്വിലിബ്രിയം നമ്മൾ നോക്കിയാൽ, ഇതിൻ്റെ എക്വിലിബ്രിയം നോക്കിയാൽ അത് ഈ റേഞ്ച് ആണ്. താഴെയും ലിക്വിഡിറ്റീസ് JPYയും സെയിം തന്നെ. താഴെയും കുറച്ച് ലിക്വിഡിറ്റീസ്, എടുക്കാതെ പോയ കുറച്ച് ലിക്വിഡിറ്റി ഇപ്പോഴും പെൻഡിങ് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കിടക്കണം, സെയിം തന്നെ ഒരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഇവിടെയും വരണം. ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തന്നെ അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് ഒരു ഡിപ്പ് തരും, ഈ റേഞ്ച്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാൻ പറ്റും. സോ GBPയിലും JPYയിലും അതേപോലെ തന്നെ USD JPY രണ്ടെണ്ണം. അതായത് ഈ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ 1 day ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നൊരു ഗ്യാപ്പാണത്. ആ ഗ്യാപ്പിനെ മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ടർ ടൈം ഫ്രെയിമിനകത്ത് ചെറിയൊരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് ഇവിടെയായിരുന്നു മാർക്കറ്റ് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ചേഞ്ച് നമുക്കിവിടെ കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ നമുക്കൊരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും. AUD JPY മിനിറ്റിലൊരു ക്യാൻഡിൽ ക്ലോസിങ് വരുന്നുണ്ട് അവിടെ. Almost 17 more seconds. അതിൻ്റെ കറക്റ്റ് എക്വിലിബ്രിയത്തിൽ നിന്ന് വന്നേക്കുന്ന റിവേഴ്സിലാണ്. കൃത്യമായിട്ട് ആ എക്വിലിബ്രിയം ടാപ്പ് ചെയ്തിട്ട് വന്നേക്കുന്ന റിവേഴ്സിലാണ്. യൂറോ ആ ലെവൽ ബ്രേക്ക് ചെയ്തു. പക്ഷേ നമുക്ക് പ്രോപ്പർലി ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ളൊരു പോയിന്റ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. മാർക്കറ്റ് ഒരു റിവേഴ്സൽ കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഈ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് വരട്ടെ. ഈ ഒരു ലെവൽ നമുക്കൊന്ന് നോക്കാം. ഈ റേഞ്ച് ഒരു ലെവലിലേക്ക് നോക്കാം. അതായത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പ്രീവിയസ്ലി റെസിസ്റ്റൻസ് ആയിരുന്നു. അതിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നീട് അതൊരു സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി പെൻഡിങ് ഉണ്ട്. കംപ്ലീഷന് വേണ്ടി മാർക്കറ്റ് വരും. പക്ഷേ എന്തായാലും സെൽ സൈഡിലേക്ക് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ.
മാർക്കറ്റ് തിരിച്ച് ഈ റേഞ്ചിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ള റിയാക്ഷൻ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നോക്കാം കേട്ടോ. പക്ഷെ ഇവിടുത്തെ ലിക്വിഡിറ്റിയും കൂടെ ഒന്ന് നോക്കണം. കാരണം ഇവിടുത്തെ ലിക്വിഡിറ്റിയും കൂടെ മാർക്കറ്റ് എടുക്കാൻ വരാനുള്ള ഒരു പോസിബിലിറ്റി ഇതിനകത്തുണ്ട്. ഓക്കെ, 50 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത റീട്രേസ്മെൻറ്റ് എനിക്ക് താഴേക്ക് കിട്ടുമ്പോൾ എനിക്ക് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. GBP JPY സെല്ലിങ്ങിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നിൽക്കുന്ന വേറൊരു കേസ് എന്ന് വെച്ചാൽ GBP JPYയും USD JPYയും രണ്ട് ഡയറക്ഷനിലേക്ക് പോകണം. GBP നോക്കിയാൽ GBP താഴേക്കൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അത് ഈ ലെവലിനെ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൺഫർമേഷൻ കിട്ടും കേട്ടോ. ഈ ഒരു ലെവലിനെ ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു കൺഫർമേഷൻ ആവും നമുക്ക്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ USD JPY കുറച്ചുകൂടെ താഴേക്ക് ഡിപ്പ് കിട്ടണം. ഇവിടെ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇവിടെ അതിൻ്റെ റിയാക്ഷൻ കിട്ടും. അവിടെ താഴേക്ക് ജസ്റ്റ് ഒരു കറക്ഷൻ വന്നാൽ മതി, ആ റിയാക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യൂറോ ലിസ്റ്റിൽ നമ്മുടെ ആ ലെവല് ഒന്ന് നോക്കണം. See the move. എക്സാക്ട്ലി മാർക്കറ്റിൻ്റെ ആ ലെവലിൽ നിന്ന് നമ്മളൊരു ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തി കേട്ടോ. ഒരു ഫസ്റ്റ് ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് 49-50 റേഞ്ച് വരേക്ക് നമുക്ക് മൂവ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. 886-887 എത്തുമ്പോഴത്തേക്കും, അതായത് ഏകദേശം ഒരു 3944 എത്തുമ്പോഴത്തേക്കും സേഫ് ആവാൻ വേണമെങ്കിൽ നമുക്ക് okay. Anyway, we can just wait for a retracement. If somebody not getting the trade, they can just wait for the retest. So if the gold gives a retest, then you can just make the confirmation and go for the next try. So before that, it should the gold should cover this level, this high na. It should cover this level. Then only you can just go for the re-entry. Those who haven't get the trade, they can go for the next level only after closing this level, this high. It's a little bit potential, and this area is also a potential here. Already it has given the trend has been changed. Trend has been changed for a shorter time frame, but still market is in bearish sentiment for 4 hour and 1 hour time frame, and the rejection comes from the day time frame level. So we expect a little more move on the upside, at least till this level, 50 level.
Okay. I think most of you are focusing on gold, right? Euro the moment has been struck. Hmm. Fed fund pharmacy. Federal fund. This news will be a impacted one for tomorrow 10 p.m. It may give a high impact for the next day. So I'm expecting a good move on that time. Anyway, let's see. The candle has been closed and gave the retracement again to this level. In a 15-minute time frame, the trend has been changed. So if this gives a good correction, then we can go for a short-term buy to this level, to this high. എവിടെ വിശ്വം അല്ല 1 second. So good evening friends. So let's discuss. So myself Jesse, senior technician analyst in Delta. So come on, let's find out some trades. Hmm. So okay, right now I'm starting with the Euro AUD. Okay,
start with 1 second. Give us. Okay, start with the higher time frame. So euro AUD. Okay, see, right now euro AUD making a uh, right now euro AUD making a symmetrical triangle. I'm waiting for a breakout. So from here we got at, okay, so coming lower time frame, we can see that let's mark the direction first. Okay, so I'm taking this as a impulse, then correction, then impulse, then correction. After that we got a correction from here, right? So this is in forward time frame. So we got a maybe guys are saying like this as a MSS, market structure shift or change of character, or basically BOS. Okay, so I'm switching to lower time frame. Okay, you can see that it's a major demand area, right? It's a demand area. Right now market is consolidating from there. If the market is close like here in low time frame, we can go for a buy, or other market will fall like this, we can easily go for a, the trend will continue. Okay, now maybe from to here onwards. Okay, because the push start from here. Okay, you can easily target this area. If the trend break out below this, okay, we can easily go for a downtrend. Okay, so right now I'm waiting for the switching to lower time frame. Let's see what's happening there. Okay, now euro AUD, then currently I don't have any direction in euro AUD. What about GBP USD? Okay, right now I think, okay, market is going for this liquidity. If we got this liquidity and at a breakout structure, we can go for a trade. So I'm most probably market will took this liquidity. So in lower time frame we are planning to, okay, definitely I think, I hope so, market definitely come here. If the, if you can see here a demand zone, because the market is pushed from here. If it is breakdown, we can go for a sell. Otherwise, if we break here, this one, we can go for a buy. Right now there is no direction for me. There is no direction in GBP USD. Okay, what about this one? Euro. In euro daily time frame, you can see that in euro the bias still is bullish. Okay, higher high, higher low. Next higher high, higher low. Okay, higher high, higher low, higher high, higher low. Okay, for me, in euro USD, it's going for a up in higher time frame. And the daily, what about the daily chart? Okay, daily chart, which means they took this liquidity, still previous day day liquidity, and going for maybe for the previous day low. Okay, maybe targeting previous day low. Okay, after that we can go for a buy. Maybe it's a correction coming, switching to a lower time frame. You can easily say that. Okay, so okay, market breakout, structure still bearish. Okay, I hope market is going for this equal low. So maybe from here, I think remaining levels. Okay, I hope market will fall like this. Okay, if the market entry like this, going for a,
when easily target this and this. Okay, for because right now market in OT, so I'm planning a sell in Euro USD, and let's cross check with GBP USD. One second. Okay. Right now I'm just cross checking the divergence. So there's a pending liquidity from the CQ. Okay. Okay, previously we got a nice trade from here because you can see this. The market is like this, not like this one, which means CQ low, but market took this low. From here we can got a nice trade. From right now, market is still waiting for this liquidity to be taken. If the liquidity taken in any trade, which means any euro or GBP USD, we can easily go for a buy. Otherwise, as I said now, we can easily target a low from here. Okay, target a bang like this. Okay, 1:2. You can easily target 1:2. Okay, let's see what will happen. So liquidity will be taken, then we can easily target that. Next, USD JPY. One second. Okay. USD JPY in 4 hour. Let's switch to. Okay. What about USD JPY? Yeah, USD JPY. Market is set to break high, low. Right now, market. There is liquidity pending here. You can see that there's a lot of liquidity for basic liquidities. So such a liquidity are equal loss are pending here. Maybe market will come like this and targeting this liquidity. Maybe there is a probability of for this coming weeks. It's a weekly chart. Switching to daily time frame. Okay, switching to daily. Switching to daily. Maybe there's a chance for to here is a pending orders. Many of them may know this is high probability area reason. Okay, reason must be IFH. So market may become from the switching to low time frame. Okay, market take this liquidity. Yeah. Let's see. By US 30 is telling to us still bullish, which means there are probability for gold lot. Okay, gold. Early morning I just give a gold trade. The first I took a trade was SL hit. After in the early morning section, I just give a random trade for my communities. So just took a trade from here, the SL hit. Then I took another trade from here. Okay, targeting 3975. It's my target. Approximately 1:6. I'm targeting. Right now, I just covered half of my target, and remaining target will be
hit in coming days. I hope so. So this is my goal view. You know why? Because for the elliott wave structure, this is the remaining area, and we can, if we switch to daily time frame, we can easily see that there is a order spending imbalance here. You can clearly, there's a market structure clearly showing that gold is, why gold fall down, because gold come for to take the imbalance. Okay, that's why gold fall down. If the imbalance is correct, still gold bias, which means gold direction is bullish. I think it's a correction, then we can easily see the new higher high, new higher lows, which means higher high, higher low, and higher high in coming weeks. I hope in coming weeks gold will definitely hit new all-time high. That's my vision. If the structure is very simple, we can see higher high, higher low in a simple way. Either if the complicated structure are going to happen, we can see that maybe it likes like this from here. Then there are a lot of change of character, higher high, higher lows. It will be a complicated trade for us. Okay, so for me it's a bullish. Okay, and I'm waiting for this target 3975. Anything pending? Okay, NSD and USD. Let's start from higher time frame. Okay, you can see for me NSD USD is a downtrend. You can see that we got a character change from here, then market doing that lower low, lower high, lower low, lower high, again lower low, lower high, lower low, lower high from here. So definitely I'm planning a downwards trend for NSD USD. Let's compare with AUD USD for the divergence. So give a second. Any other questions? So AUD USD. Okay. Let's cross check the divergence. Better to start from the okay. Switch to the lower time frame. Take one. It's not to be taken. Okay. Switch for the intraday basis. See, here's the difference. We can easily identify that here is a low pending, but market took from here. Okay, this is the difference. So if the market is falling down, definitely we can go for a selling AUD USD. Okay, previously I got a buy from AUD USD and I took the profit from that. I will show you that AUD USD. Okay, right now market got a on our right. Okay, from here to market, right now market maybe targeting like here. Okay, that time frame. Still believing for a downline. I don't see an OT. Upcoming days, maybe there's a fall will happen. For me, it's a fall. Then, okay, GBP, USD, CAD. Let's discuss USD CAD.
So switching to lower time frame. So for I used to get maybe higher, low, maybe focus from here. Then what will happen? If the market is closed here, down by this, we can go for a sell. The market is close here, we can easily target it, close, and market will target this sell stop loss. We can easily target like this. CAD, then USD, CAD, anything else? Where gold, silver, right? Okay. Euro USD, tried. Okay. Right now, we can go for a selling USD, Euro USD. This is my only trade right now. Let's see. Gold silver comparison. Okay. Okay. Bullish. Still buy on. I don't know. For me, still buying gold. If the market break below this 3,882, then we can see a big crash of the down gold. Okay. Okay. So താഴെ കഴിക്കാൻ നമ്മൾ കൂടുതൽ സെല്ല് നോക്കുന്നുണ്ടോ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 84 താഴെ ഗോൾഡിൽ സെല്ല് ഫോക്കസ് ആവശ്യം അതായത് നമുക്ക് ബൈ ഫോക്കസ് ചെയ്യാം ഓക്കെ സോ ഫോർ മീ ഗോൾഡ് ബൈ ആണ് വരുന്നത് ഓക്കെ അതോടൊപ്പം ഗോൾഡ് ഈ ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 4,090 4,090 നമുക്ക് ബ്രേക്ക് കിട്ടുവാണെങ്കിൽ then gold normally gold തിരിച്ച് ഒരു ഓൾ ടൈം ഹൈയിലേക്കായിരിക്കും പിന്നെ ഗോൾഡിൻ്റെ മൂല്യം ഉണ്ടാവും ഓക്കെ ഫോർ മീ 4,090 ബ്രേക്ക് ചെയ്ത ഗോൾഡ് ഒരു പ്രോപ്പർ ബുള്ളിഷ് ആയിരിക്കും ഓക്കെ അത് നമുക്ക് എന്ത് ചെയ്യാം പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് ചെയ്യാം വിച്ച് മീൻസ് ഫ്രം ഹിയർ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആഫ്റ്റർ ദാറ്റ് ഗോൾഡ് 4,090 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വീണ്ടും ബൈ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്
not only China, central governments, central banks ഉൾപ്പെടെയുള്ള ആൾക്കാർ നല്ല രീതിയിൽ ഗോൾഡിനെ ഒരു ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ ബൈ പുതിയ ഗോൾഡിനെ ഡേവയുടെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് മാർക്കറ്റിൽ കാർഷികമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വീണ്ടും അനലൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സർക്കാർ കണ്ടു വിശ്വസിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് അറൗണ്ട് 4,900 സമയത്തായിരുന്നു അറൗണ്ട് മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഗോ ഫോർ 3,940 ബിലോ ദാറ്റ്. കാരണം അതിൽ കൂടുതൽ മാർക്കറ്റ് ഡൗൺ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബൈ ഫസ്റ്റ് ബയേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് സെക്കൻഡ് ബൈ കാണാം. സെക്കൻഡ് ബൈ ഫ്രം ഹിയർ around 3,000, okay, around 3,900 from the dollars movements വന്നിട്ടുണ്ട്. Still waiting for my TP 3,975. For me, that's it. Then, okay, GBUSD. Okay, almost I liquidity GBUSD പറഞ്ഞിട്ടുണ്ട്. അപ്പം ലോങ് ടൈം ഫ്രെയിം നോക്കാം. GBUSD പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മെയിനിലേക്ക് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാർക്കറ്റ് എന്തായിരുന്നു അതുപോലെ കാണാം. GBUSD ഉണ്ടാക്കി liquidity 88. ഓക്കെ, so it took വളരെ പെട്ടെന്ന് റിയാക്ഷൻ അവിടെ കണ്ടില്ലേ. മാർക്കറ്റ് അവിടെ വന്ന് കളക്ട് ചെയ്ത് പറഞ്ഞ മാർക്കറ്റ് വന്നിരിക്കുന്നു. ചേഞ്ച് ആയിട്ടില്ല. നമുക്ക് ഷിഫ്റ്റ് ആണ്. If market goes like this, we can go for it. Similarly, we can take an interest from here. We can have a wait. Okay, market is up to 1. Okay, and this is another trade for a long time ആണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തതിനു ശേഷം, ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്തതിനു ശേഷം from here to here. Okay, മാർക്കറ്റ് അവിടെ ബ്രേക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നല്ലൊരു ബൈങ് റിയാക്ഷൻ ഈ മാർക്കറ്റിന് വേണ്ടി പോകും. ഓക്കെ, ഫ്രം മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിൻ്റെ അതിൻ്റെ ഒരു ഓർമ്മ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ മാർക്കറ്റ് വന്ന് തിരിച്ച് ഓടിലേക്ക് പോകണം. വിച്ച് മീൻസ് 7 ഡേ. ഓക്കെ, അതിന് എടുക്കാൻ നിൽക്കണ്ട. മാർക്കറ്റ് സ്റ്റിൽ കൺഫേം ആയിട്ടില്ല. ഓക്കെ, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നോക്കുന്ന റിയാക്ഷൻ ആണ്. അതൊന്ന് മാർക്കറ്റ് തിരിച്ച് പുറത്തേക്ക് വരണം. ഓക്കെ, ഷിഫ്റ്റ് കാരണം നമുക്ക് ഇവിടുന്ന് തിരിച്ച് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഫോർ ഇറ്റ് ബൈ സിംപ്ലി വി ക്യാൻ ടാർഗറ്റ് ദിസ് ഹൈ. ഓക്കെ, ദിസ് ഹൈ. ഓക്കെ, വിച്ച് മീൻസ് അറൗണ്ട് അതപ്പോൾ പോയിട്ട് നാളേക്ക് വരണം. വെറുതെ ഫോൺ ഷോർട്ട് ചാനൽ കണക്കില്ല. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇവിടുന്ന് എൻട്രി 700 കിട്ടുവാണെങ്കിൽ ഓക്കെ, സിംപ്ലി ടാർഗറ്റ് ഇവിടെ ചെയ്തിട്ട് സോ 1:3 നമുക്ക് അവിടെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ വെയിറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം 10% ബൈങ്